നമുക്ക് ആർഡിയുടെ ഹാൻഡിൽ ബാറാണ് നമുക്ക് കയറ്റിയിരിക്കുന്നത്. പിന്നെ അതുപോലെ യൂണിക് ഡിസൈനുള്ള ഈ പറഞ്ഞ പോലെ ക്രാഷ് കാർഡ്. അതായത് 60 ഡേയ്സിൽ എനിക്ക് വണ്ടി വേണം എന്നാണ് കസ്റ്റമർ നമ്മുടെ പറഞ്ഞത്. 60 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 60 ഡേയ്സിൽ തന്നെ നമ്മൾ വണ്ടി ഇറക്കി കൊടുത്തു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ പരിപാടി എന്ന് വെച്ചാൽ നമ്മളതിൽ കണ്ടവൻ തന്നെ നമ്മുടെ കസിൻ ബ്രോയുടെ ഒരു വണ്ടി കംപ്ലീറ്റ് ആയിട്ട് അത് റീസ്റ്റോറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു തുണിവെക്കൽ പരിപാടി അല്ല. അപ്പോൾ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളായിട്ടാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന കാൽഗറിയിലാണ്. ഇവരൊരു പുതിയ ഷോപ്പാണ്, ഒരു അരൂരായിരുന്നു അവരുടെ ഷോപ്പ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് ഓൾമോസ്റ്റ് പരിപാടിയും കാര്യങ്ങൾ തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടി പറയാനുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഒരു മുതലേ കിടക്കണുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഈ സാധനമുണ്ട് ഗൈസ്, സ്വിഫ്റ്റ്. എൻ്റെ പൊന്നും മോനെ ഒരു രക്ഷയില്ല. ആ ഒരു കളറും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി അടിപൊളിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കളറൊക്കെ ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ട് അവർ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ഇത് കാൽഗറിയാണ്. ആ ഒരു ഡിസൈൻസ് ആണെങ്കിലും എന്താ ബാക്ക് നമുക്ക് ഹലോ അലോയി കാണാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് അവൻ്റെ വണ്ടിയാണ്, ആ ഒരു നോർമൽ ടൈപ്പുള്ള. ഇതാണ് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞൊരു വണ്ടി കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ കളർ, എന്തായാലും പൊളിയാണ്. പിന്നെ അവൻ്റെ വണ്ടിയുടെ ചെറിയൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കബീർ സിംഗ് മോഡൽ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഒരു ഫുൾ റീസ്റ്റോറേഷൻ ചെയ്താണ് നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അരൂരായിരുന്നു കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് മാറി ഷിഫ്റ്റ് നേരെ ഇങ്ങോട്ടായിട്ടുണ്ട്. നമ്മുടെ റമദാൻ റിസോർട്ടിൻ്റെയൊക്കെ ആ ഒരു സൈഡായിട്ടുണ്ടോ റിസോർട്ട് കണ്ടാണ്. ഇതിൻ്റെ വർക്ക് ഏകദേശം ഈ ഒരു പെയിൻറ്റ് ഏകദേശം 1 ലക്ഷം രൂപ വർക്കുണ്ടോ കൈസ് ഒക്കെ. അതിൻ്റെ ഒരു പെയിൻ്റാണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ഒരു കളറും അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ കുറേ നാളെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരായിട്ട് വീഡിയോസ് നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം വരെ വീഡിയോയിലുള്ള. അപ്പോൾ കൈസാ എല്ലാവരും ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനി ഒരാളും കൂടി വരാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി വല്യമ്മയൊക്കെ വന്നിട്ടുണ്ട്. വല്യമ്മയ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് തുണിയും കാര്യങ്ങളൊക്കെ പൊക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാറായിതാ ഗൈസ്. അപ്പോൾ നമ്മൾ തുണി കാര്യങ്ങൾ തുടങ്ങാൻ പോകണം കേട്ടോ. ഓക്കെ റെഡി, 1 2 3 സ്റ്റാർട്ട്. പൊളി പൊളി. താക്കോല് അതോ ഈ വണ്ടിയുടെ താക്കോലിട്ടാണ് ചിറങ്ങാൻ കേട്ടോ. അതും കൂടി നമ്മൾ ഫിറോസ് മീൻ്റെ മേടിക്കാൻ വേണ്ടിയാണ്. ഇതാണ് വണ്ടി. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങൾ ചെയ്ത ടീംസിൻ്റെ കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വയ്ക്കാം. കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് ഈ ഒരു വണ്ടി. അപ്പം ബ്രോ ആണ് വണ്ടിയുടെ ഫുൾ വർക്കും കാര്യങ്ങൾ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ കസിൻ ബ്രോസും എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ കാൽഗറിയിലെ ഫുൾ ടീംസ് ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ കൊടുക്കല്ലേ? ഓക്കെ. ഗൈസ്, അപ്പം അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് വണ്ടി പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇവിടെ ഇറക്കിയിട്ട് നമുക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വർക്കും കാര്യങ്ങൾ ചെയ്യുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പരിപാടിയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഇതിൻ്റെ സൗണ്ട് ഒരു രക്ഷ പറഞ്ഞില്ലേ, ഒരു കിറ്റിലാണ്. വേറെ മൂഡായിട്ടുണ്ട് വണ്ടി. കാരണം വണ്ടി ഗ്ലോസി ബ്ലാക്ക് ആണ്, പക്ഷേ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഒരു ഗ്രീൻ മിക്സ്ഡ് ആണ് ഈ ഒരു കളർ വന്നേക്കണം. വെയിലത്ത് കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഗ്രീൻ കളറും കാര്യങ്ങളൊക്കെ വരും, ഒരു ഗിൽറ്റഡ് ഗ്രീൻ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്താ പറയുക, വണ്ടി എന്തായാലും കംപ്ലീറ്റ്ലി നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും കാര്യങ്ങൾ നമ്മുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങൾ നമ്മുടെ റോഡ് ഉണ്ട്, ആളോട് നമുക്ക് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ മെയിനായിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറാമിക് ഔട്ടിങ് കാര്യങ്ങളാണ് കേട്ടോ. ഈ ഒരു കാൽഗറിയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത്. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങൾ നമ്മുടെ ബ്രോ വാഷിംഗ് ബ്രോ ആണ് കേട്ടോ. എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തേക്കണം. ഇതിൻ്റെ കംപ്ലീറ്റ് റിസോർഷൻ കാര്യങ്ങളൊക്കെ ബ്രോ ആണ് ചെയ്തേക്കണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെ വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ നമ്മൾ പുതിയത് എന്തെങ്കിലും ആഡ് ചെയ്തേക്കണം, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ബ്രോനോട് ചോദിക്കാം. ഹായ് ബ്രോ. ഹായ്, ഇറ്റ്സ് മൈ ഹാഷിം. എൻ്റെ കടയുടെ പേര് ബുള്ളറ്റ് പോയിൻ്റ് എന്നാണ്, കുമ്പളത്ത് തന്നെയാണ്. ഇത് നമ്മുടെ യുണീക്ക് ഡിസൈനാണ്. 2005 റോയൽ എൻഫീൽഡ് 350 സ്റ്റാൻഡേർഡ്.
ആക്ച്വലി ഇത് 8 വർഷം മഴയും വെയിലും കൊണ്ടിരുന്ന ഇച്ചിരി വണ്ടിയാണ്. അങ്ങനെയാണ് കസ്റ്റമർ നമ്മുടെ അടുത്ത് ഇത് റീസ്റ്റോർ ചെയ്യണമെന്ന് വരുന്നത്. ഫുൾ ഡിസൈൻ ക്രെഡിറ്റ് ഗോയിങ് ടു ഓൺലി കസ്റ്റമർ അവർ ഫിറോസ്. പൈൻ കസ്റ്റമർ എന്ന് തന്നെ പറയണം നമുക്ക് വേണമെങ്കിൽ. ആക്ച്വലി ഇതിൽ എൻജിനും ചെയ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ പുതിയതാണ്. അതായത് കസ്റ്റമർ നിർബന്ധം വരുന്നത് എല്ലാ ഐറ്റം ഒറിജിനലായിരിക്കണം, അതുപോലെ തന്നെ എല്ലാം പെർഫെക്റ്റ് കണ്ടീഷൻ ആയിരിക്കണമെന്ന്. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് കിട്ടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചെയ്സ് ഈ പറഞ്ഞ പോലെ ചെയ്സും എൻജിനും മാത്രമേ ഉള്ളായിരുന്നു. എൻജിൻ നമ്മൾ ആദ്യം തന്നെ ഫുള്ളായിട്ട് തന്നെ റീബിൽഡ് ചെയ്ത്, അതായത് ക്രാങ്ക്, സിലിണ്ടർ പുതിയത്, അതുപോലെ തന്നെ ഹെഡ് പണിതെടുത്ത് ലേത്തിൽ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് എല്ലാം പുതിയതാണ്. നമുക്ക് ടാങ്ക് വരുന്നത് 27 ലിറ്ററിൻ്റെ വലിയ വലിപ്പമുള്ള ടാങ്കാണ് വരുന്നത് വിത്ത് ഗ്രില്ല്. പിന്നെ സീറ്റ് അറിയാമല്ലോ, യൂണിക് ഡിസൈനുള്ള ഈ പറഞ്ഞ പോലെ നമ്മുടെ പഴയ മോഡൽ വിൻറ്റേജ്. അതുപോലെ തന്നെ നമുക്ക് ഹാൻഡിൽ ബാർ വരുന്നത് നമുക്ക് ആർഡിയുടെ ഹാൻഡിൽ ബാറാണ് നമുക്ക് കയറ്റിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ യൂണിക് ഡിസൈനുള്ള ഈ പറഞ്ഞ പോലെ ക്രാഷ് കാർഡ്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് നമ്മുടെ പെയിൻറ്റിങ് നമ്മൾ ബ്ലാക്ക് മെറ്റാലിക് ബ്ലാക്കാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. അതിൽ ഗ്രീനിഷ് വരുന്ന ടൈപ്പിൽ, അതായത് നമുക്ക് തണലത്തെ അത് വെട്ടവോ ഇല്ലാത്തപ്പോൾ ബ്ലാക്കായിട്ടും ഈ പറഞ്ഞ പോലെ വെയിലത്തിരിക്കുമ്പോഴത്തേക്കും ഗ്രീനിഷായിട്ടായിരിക്കും വണ്ടി തോന്നുന്നത്. കസ്റ്റമർ നമ്മുടെ കയ്യിൽ ആദ്യം വരുന്നത് 60 ഡേയ്സിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റുമോ ഇല്ലയോ എന്നായിരുന്നു നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. അതായത് 60 ഡേയ്സിൽ എനിക്ക് ഈ വണ്ടി വേണം എന്നാണ് കസ്റ്റമർ നമ്മുടെ പറഞ്ഞത്. 60 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 60 ഡേയ്സിൽ തന്നെ നമ്മൾ വണ്ടി ഇറക്കി കൊടുത്തു. 60 ഡേയ്സിൽ 1 വീക്ക് ബിഫോർ നമ്മൾ വണ്ടി ഇറക്കി. പിന്നെ അതുപോലെ തന്നെ പോളിഷും കാര്യങ്ങളുണ്ടായിരുന്നു. അത് നമ്മൾ കാൽഗറിക്ക് തന്നെ കൊടുത്താണ് ചെയ്യിച്ചത്. കാൽഗറി നിങ്ങൾക്ക് അറിയാവുന്നല്ലോ, കാൽഗറി തന്നെ നമ്മൾ കൊടുത്ത് ചെയ്യിച്ച് അവർ പെർഫെക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ടൈലൈറ്റ് വരുന്നത് വിൻറ്റേജ് ടൈലൈറ്റാണ് വരുന്നത്. അതിനകത്ത് ഓൾമോസ്റ്റ് വിൻറ്റേജ് ലുക്കാണ് വണ്ടിക്ക്. നമുക്ക് പെട്രോളിന് വരുന്നത് നമ്മൾ താക്കോൽ ടൈപ്പാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ നോർമൽ മാറ്റി താക്കോൽ ടൈപ്പാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമറെ വിളിക്കാൻ വേണമെങ്കിൽ കസ്റ്റമർ ഉണ്ട്, ഡോക്ടർ ഫിറോസ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എങ്ങനെയാണ്, ഹാപ്പിയാണോ അല്ലയാണെന്ന്. കസ്റ്റമറോട് ചോദിക്കാം. ഹാപ്പിയാണ്, 100% ഹാപ്പിയാണ്. പറഞ്ഞ സമയത്തിന് നേരത്തെ വണ്ടി തന്നു. അതെ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്ത് വർക്ക് ഉണ്ടെങ്കിലും നിങ്ങളുടെ വണ്ടിയുടെ റീസ്റ്റോറേഷൻ ബുള്ളറ്റ് എന്ത് വർക്ക് അല്ല ബ്രോ? യെസ്, ബുള്ളറ്റിൻ്റെ റോയൽ എൻഫീൽഡ് ഏത് വർക്കാണെങ്കിലും നമ്മൾ ചെയ്യാൻ പറ്റും. ഷോപ്പിൻ്റെ പേര് ബുള്ളറ്റ് പോയിന്റ് കുമ്പളം, നാഷണൽ ഹൈവേ കുമ്പളം ജംഗ്ഷൻ. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ എന്ത് വർക്ക് ഉണ്ടെങ്കിലും അവരുടെ ഡീറ്റെയിൽസും കാര്യം നമ്മൾ ഇൻസ്റ്റാ ഐഡിയും അതേപോലെ എല്ലാം നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ ബുള്ളറ്റ് നിങ്ങൾ റീസ്റ്റോർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബ്രോനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ബ്രോ പറയാനായിരിക്കും. അതാണ് കൂടുതലും ബ്രോനെ കൂടെ നമുക്ക് പറയിപ്പിച്ചത്. കാരണം എന്ന് വെച്ചാൽ ആളാണല്ലോ അതിൻ്റെ വർക്കും കാര്യങ്ങൾ ചെയ്ത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. സാനിക്കും സാദി ബ്ലോഗ്സ്. അതുവരെയായിരിക്കും. ബൈ.